തൃപ്പൂണിത്തുറയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനം നടന്നത് ട്രാവലർ വാഹനത്തിൽ നിന്ന് ആണ് എന്ന ദൃക്സാക്ഷി സേതുമാധവൻ മീഡിയ വണ്ണോട്. വാഹനമെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനം നടന്ന ഉടനെ 2 പേർ തെറിച്ച് റോഡിനപ്പുറം വീണു. ഇവരാണ് മരിച്ചതെന്നും സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപം റേഷൻ കട നടന്ന സേതുമാധവൻ മീഡിയ വണ്ണോട് പറഞ്ഞു. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തൃപ്പൂണിത്തുറയിൽ അപകടം നടന്ന സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പമുണ്ട്. ഈ വാഹനം ഈ അപകടം നടന്ന പറമ്പിലേക്ക് കടന്നു പോകുന്നതും മറ്റു കാര്യങ്ങളും അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. ചേട്ടാ, എന്താണ് അപകട സമയത്ത് ചേട്ടൻ കണ്ടത്? വേറെ ഒന്നുമില്ല, ഈ വണ്ടി വന്ന് അകത്തോട്ട് കയറി ഇതിൻ്റെ അകത്ത് നിറച്ച് സ്ഫോടന സാധനം തന്നെയായിരുന്നു. ട്രാവലറായിരുന്നു, ഫുൾ എയർ ടൈറ്റ് ആയിരുന്നു. അതിൻ്റെ അകത്തൊരു 10-12 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആളുകൾ പോയി, ബാക്കിയുള്ളവർ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് ഇത് സ്റ്റോക്ക് റെഡിയാക്കാൻ വേണ്ടി അവർ വന്ന് ഇറക്കാൻ വേണ്ടി നിന്നേച്ചായിരുന്നു. പക്ഷെ വന്നിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ മരിച്ചേനെ. ചെറുപ്പക്കാർ പിള്ളേരാണ് വന്നത്, വെടിക്കെട്ട് അവിടെ നടക്കുന്ന സ്ഥലത്ത്. പക്ഷേ എന്തോ താമസിച്ചു അമ്പലത്തിലെ പരിപാടിയിൽ. അത് കാരണം 2 പേര് അവിടെ നിന്ന് സ്ഫോടനം നടത്തിയിട്ട് ഇവിടെ വന്ന് വീഴണേ. ഒരാൾ ചോരയെ കുളിച്ച്, ഒരാൾ ഇത് കാണുമ്പോൾ തല വെട്ടിച്ച്. ഈ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. 5 പേര്. ഈ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്താ സംഭവിച്ചെന്ന് പോലും അറിയും. അത്ര ഒരു സ്ഫോടനം തന്നെയാണ്. ആ വാൻ മുകളിലോട്ട് പോയെന്ന് പറഞ്ഞു. മുകളിലോട്ട് പോയിട്ട് ടയറടക്കം മലന്ന് വീണു മൊത്തത്തിൽ. അതേസമയം ഈ എൻ്റെ അകത്ത് അവരും കൂടി വന്നിരുന്നെങ്കിൽ കൂടുതലും മരണം. ചേട്ടൻ കാണുന്ന സമയത്ത് ഈ വാഹനം അകത്തേക്ക് കയറുമ്പോൾ എത്ര ആളുണ്ടായിരുന്നു വാഹനത്തിൽ? അവരൊരു 10-12 പേരോളം കാണണം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആളുകൾ അവരെ വിളിക്കാനോ എന്തോ സംഗതിക്ക് വണ്ടിയിൽ പോവുകയും ചെയ്തു. അതാണ് ഇത്രയും പേര് വന്നു. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ചെതറി കിടപ്പുണ്ടായിരുന്നു. രീതിയിൽ അത്രയും ഒരു ഭയങ്കര സ്ഫോടനമായിരുന്നു. അമ്പലത്തിൽ നിന്ന് രാവിലത്തെ വെടി കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. സ്റ്റോക്ക് ചെയ്തിട്ട് അവരത് തിരിച്ച് അവിടെ കൊണ്ടുപോകണമല്ലോ. പക്ഷെ വെയിലാണ് പ്രശ്നം, അതുറപ്പാണ്. അതുകൊണ്ട് വേറെ ഇവിടെ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല. ഈ പ്രദേശമൊന്നുമില്ല. കഥന നിറയ്ക്കും വൈകിട്ട് സന്ധ്യ വെടിക്കുള്ളത്. അല്ലാണ്ട് ഇവിടെ ഒരു വലിയ ഇതേപോലത്തെ സാധനമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതെന്തോ ഈ പ്രാവശ്യം ഈ വാൻ ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇതാ കാണുന്ന ഷെഡിലായിരുന്നു സ്റ്റോക്ക് നിർത്തുന്നത്. പക്ഷേ ഈ വാൻ അവർ വരുന്നതിന് മുമ്പ് ഇത് പൊട്ടി. ഈ വാഹനം ഈ പറമ്പിലേക്ക് കയറി എത്ര സമയം കഴിഞ്ഞ പിന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായി? മണിക്കൂർ കഴിഞ്ഞു. 10-10:30 മണിയോളം ആയിട്ടുണ്ടാവും ഈ സാധനം പൊട്ടുമ്പോൾ. ഇല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ ഈ റോട്ടിൽ നിറച്ചാളാ. വണ്ടിക്കാർ പോകല്, പിള്ളേര് പോകല്, ഇതെല്ലാം കൂടിയല്ലേ. അകത്തൊരു കാറ് കൂടി കിടക്കുന്നുണ്ട്. അത് ആരാണെന്നോ ഒരു പിടിയില്ല. കാറിന്റെ ഉടമ ആരാണെന്നോ, കാറ് ആരാ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാണ് അവരുടെ ആണെന്നോ ഒന്നും ഒരു പിടിയില്ല. പക്ഷെ ഈ സാധനം ഇതിനകത്ത് ഒരു 2 വണ്ടിയുള്ളൂ. ഈ വണ്ടി പിന്നെ വന്ന് അവിടെ കിടക്കണതാണോ ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. സ്ഫോടനം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിയും. അത് എന്തോ ഒരു ഇത് ഇത്രയൊക്കെ എല്ലാവരും പാവപ്പെട്ട ആൾക്കാരാണ്. ഈ കാണുന്നവരെല്ലാം കഷ്ടപ്പെട്ട് ഒക്കെ ഇത് കൊണ്ട് ജീവിക്കുന്നവർ. പക്ഷേ അപ്പുറത്തൊരു ചേട്ടത്തിയുടെ വീട്, ഇതൊക്കെ മൊത്തം പോകാനായിട്ടൊന്നും അത് പറയാൻ പറ്റൂല. ചേട്ടനാർന്ന് ഈ അപകടം നടന്ന സമയത്ത് ആദ്യം ഓടിയെത്തിയ ആൾക്കാരുടെ ഒരാള് ഓടാൻ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഒരാള് ഇവിടെ നിന്ന് തലക്ക് കൈ പിടിച്ച് കിടന്ന് കരയിലല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ അതിന്റെ നാട്ടുകാരെല്ലാവരും വന്നു, തൊഴിലാളികൾ വന്നു, എല്ലാവരും വന്നിട്ടാണ് ഇത്. നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് ഈ ആംബുലൻസിൽ എല്ലാവരും കയറ്റി വിട്ടത്. ആരും അടുക്കണില്ല അങ്ങോട്ട്. ആദ്യം എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? അതായത് മൊത്തം കത്തുകയല്ല. എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ ഒരാളെയും 2 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി ഒന്നിനെയും കാണാനില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് കിടക്കണേന്ന് പറഞ്ഞു. വീട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ തറ പോലും ഉള്ളു. ആ മാവിൽ നിറച്ച് പച്ച മരമുണ്ട്, ഇലകളോടുകൂടി നല്ല ഇതിൽ നിന്ന് വെച്ചാൽ ഒന്നുമില്ല, വേണ്ട ഒരു ഇല പോലും ഇല്ല. അത്രയും സ്ഫോടനം എന്ന് പറയാമെന്ന് പറഞ്ഞാൽ പറ്റൂല. എനിക്ക് അതിൻ്റെ എക്കോ അടിച്ചാൽ തന്നെ പോയി ആള് പോകും. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, 2 ചവിട്ടിൽ നിന്ന് ചോരയൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരെങ്ങോട്ട് പോയോ തിരക്കുന്നത്. ഇത് ഇവരുടെ അശ്രദ്ധ കൊണ്ടോ ഒന്നല്ല, ചൂടിൻ്റെ ഇതുകൊണ്ടാണ് പൊട്ടിക്കണം. വേറെ ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ സ്പാർക്ക് അടിച്ചിട്ടോ ഒന്നുമല്ല.